സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയന വർഷാരംഭത്തോട് അനുബന്ധിച്ച് നടന്ന പ്രവേശനോത്സവം വലിയ ആവേശത്തോടെയാണ് കുട്ടികളും രക്ഷിതാക്കളും ഏറ്റെടുത്തത്. എന്നാൽ തിരുവനന്തപുരം കട്ടേല ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മറ്റൊരു തരത്തിലാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. സ്കൂളുകളിലെത്തിയ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്നതിനിടെ MLA V മുരളീധരൻ സ്വീകരിച്ച രീതി വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുവേദികളിലും വിമർശനങ്ങൾക്ക് വഴിതിരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കട്ടേല ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെ പ്രവേശനോത്സവ വേദിയിൽ നടന്ന സംഭവം അത്യന്തം ഗൗരവകരവും ദൗർഭാഗ്യകരവുമായ ഒന്നായാണ് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ അധ്യയന വർഷാരംഭത്തിൽ വലിയ പ്രതീക്ഷകളോടെ സ്കൂളിലെത്തിയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഹൃദ്യമായൊരു വരവേൽപ്പ് നൽകേണ്ടതിന് പകരം അങ്ങേയറ്റം അപമാനകരമായ ഒരു അനുഭവമാണ് നേരിടേണ്ടി വന്നത്. സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത BJP MLA V മുരളീധരൻ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്നതിനായി എത്തിയപ്പോഴാണ് വിവാദത്തിന് തിരിതെളിയുന്ന ആ നടപടി ഉണ്ടായത്. സ്നേഹത്തോടെയും ആദരവോടെയും കുട്ടികളുടെ കൈകളിലേക്ക് മിഠായി നൽകുന്നതിന് മുൻതൂക്കം നൽകേണ്ട സന്ദർഭത്തിൽ അതിന് വിപരീതമായി മിഠായി കവർ പൊട്ടിച്ച് മേശപ്പുറത്ത് വിതറിയിടുകയും അത് എടുത്തു കഴിക്കാൻ കുട്ടികളോട് ആജ്ഞാപിക്കുകയുമാണ് MLA ചെയ്തത്. പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിച്ച ഈ ക്രൂരമായ അവഗണനയും വേർതിരിവും അവിടെ തടിച്ചുകൂടിയവരിൽ വലിയ അമർഷമാണ് ഉളവാക്കിയത്. ഈ പരിപാടിയിൽ ഉദ്ഘാടകനായി പങ്കെടുത്ത മന്ത്രി A തുളസി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നിട്ടും MLAയുടെ ഇത്തരം വിവേചനപരമായ നടപടി തടയാനോ കുട്ടികൾക്ക് ലഭിക്കേണ്ട മാന്യമായ പരിഗണന ഉറപ്പാക്കാനോ ആരും മുൻകൈ എടുത്തില്ല എന്നത് വലിയൊരു വീഴ്ചയായിട്ടാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരം പെരുമാറ്റം ഉണ്ടായതും അത് കണ്ടുനിന്നവർ മൗനം പാലിച്ചതും കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിനും സാമൂഹിക ബോധത്തിനും ചേർന്നതല്ല എന്ന വിമർശനം വ്യാപകമായി ഉയരുകയാണ്. MLAയുടെ ഈ നടപടി അത്യന്തം ഗൗരവത്തോടെയും രൂക്ഷമായ ഭാഷയിലുമാണ് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സംഭവത്തെ സവർണ മനോഭാവം എന്ന് വിശേഷിപ്പിച്ച് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ശക്തമായ ഭാഷയിൽ തന്നെ രംഗത്തെത്തിയിരുന്നു. കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിനും അന്തസ്സിനും ഒട്ടും നിരക്കാത്തതാണെന്നും മിഠായി നേരിട്ട് കൈകളിൽ നൽകാൻ മടിയുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത്തരം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു വേണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ വിവിധ തലങ്ങളിലുള്ളതാണ്. കൊച്ചുകുട്ടികൾക്ക് സ്നേഹത്തോടെയും കരുതലോടും കൂടി മിഠായി കൈമാറേണ്ട ഒരു പ്രവേശനോത്സവ വേദിയിൽ മേശപ്പുറത്ത് മിഠായി വിതറിയിട്ട് അത് പെറുക്കിയെടുക്കാൻ അവരോട് ആവശ്യപ്പെട്ടത് കുട്ടികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന നടപടിയാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, പണ്ടുകാലത്ത് അയിത്തവും വിവേചനവും നിലനിന്നിരുന്ന കാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ഭക്ഷണം വിളമ്പി നൽകിയിരുന്ന അപമാനകരമായ രീതികളെ ഓർമ്മിപ്പിക്കുന്നതാണ് MLAയുടെ ഈ പ്രവൃത്തി എന്ന വിമർശനവും ശക്തമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും MLAയുടെ ഈ വിവേചനപരമായ നടപടി തടയാനോ തിരുത്താനോ തയ്യാറായില്ല എന്നത് അത്യന്തം ഖേദകരമാണെന്ന് വിമർശകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. ഈ വിവാദത്തിൽ MLAയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് BJP അനുകൂലികൾ രംഗത്തെ സംഭവത്തെ മറ്റൊരു തലത്തിലേക്ക് കൂടി എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരൊറ്റ മിഠായി അല്ല, മറിച്ച് ഒരു കവർ മുഴുവൻ മിഠായി കുട്ടികൾക്ക് ഇഷ്ടാനുസരണം എടുക്കാനായി നൽകുകയായിരുന്നു എന്നും ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ദുർവ്യാഖ്യാനം ചെയ്ത് വിവാദമാക്കുകയാണെന്നുമാണ് അവർ ഉന്നയിക്കുന്ന വാദം. എന്നാൽ ഈ സംഭവത്തെ മുൻനിർത്തി കേരളത്തിൽ ഉയർന്നിരിക്കുന്ന ചർച്ചകൾ ഏറെ വിപുലമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുവേദികളിൽ പെരുമാറുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സാമൂഹ്യ മര്യാദകളെക്കുറിച്ചുമുള്ള വലിയൊരു പാഠമാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം പോലുള്ള പരിപാടികളിൽ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അത് കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതവും സമൂഹം അതിനെ നോക്കിക്കാണുന്ന രീതിയും അതീവ ഗൗരവകരമാണ്. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്കും വിയോജിപ്പുകൾക്കും കാരണമാകുന്നു എന്നതിൽ തർക്കമില്ല. ഈ സംഭവം വെറും ഒരു മിഠായി വിതരണത്തിലെ അസ്വാഭാവികതയായി അവസാനിക്കാതെ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും സാമൂഹികമായ വിചിന്തനങ്ങൾക്കും വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഈ സംഭവത്തെ മുൻനിർത്തി കേരളത്തിൽ ഉയർന്നിരിക്കുന്ന ചർച്ചകൾ ഏറെ വിപുലമാണ്. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ അനാവശ്യമായ തെറ്റിദ്ധാരണകൾക്കും വിയോജിപ്പുകൾക്കും കാരണമാകുന്നു എന്നതിൽ തർക്കമില്ല.